ഗോഡോക്സ് ഈടായിട്ട് പുറത്തിറക്കിയിട്ടുള്ള കണ്ടിന്യൂസ് ലൈറ്റാണ് LC1000R. LC എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. കഴിഞ്ഞ 4-5 വർഷമായിട്ട് എല്ലാ വീഡിയോഗ്രാഫേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് കാണുന്ന ഒരു ലൈറ്റാണ് LC500R എന്ന് പറയുന്ന ഒരു സാധനം. വീഡിയോക്കും ഫോട്ടോക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പ്രത്യേകിച്ചും വെഡിങ്ങിന് ഇവൻറ്റിനൊക്കെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഞാനും കഴിഞ്ഞ 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് LC500R. സെയിം സാധനം തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സാധനത്തിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ലുക്കാണ്. കണ്ടോ, എന്ത് സ്റ്റൈലായിട്ടാണെന്ന് അറിയാം ഇതിൻ്റെ ഒരു നിർമ്മിതി. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ്. അതുപോലെ ഈ നമ്മുടെ ഈ പിടിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ നല്ലൊരു സ്റ്റൈലായിട്ടുള്ള നല്ലൊരു റോയൽ ടച്ചിലുള്ള രീതിയിലാണ് ഇതിൻ്റെ ഗ്രിപ്പും ഒക്കെ വന്നിട്ടുള്ളത്. അതിന് മുകളിൽ നല്ല രസമായിട്ട് ഗോഡോക്സിൻ്റെ നല്ല ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ പാനിങ് കണ്ടോ, ഇതിൻ്റെ ഈ പാനലൊക്കെ നല്ല സ്റ്റൈലുള്ള നല്ല എന്താ പറയുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലെ 5 ഫാന് നമുക്ക് ഇതിൻ്റെ ഹീറ്റ് കളയാൻ വേണ്ടിയിട്ട് ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ട് 5 ഫാന് കൊടുത്തിട്ടുണ്ട്. ഇത് 100 വാട്ട്സാണ്. നല്ല പവർഫുള്ളായിട്ട് കത്തും, അത്യാവശ്യം ഹീറ്റ് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ഫാനൊക്കെ വരുന്നത്. ഈ ഫാൻ അത്ര നോയ്സി അല്ല. നോയ്സി ആണെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ സൈലൻ്റ് ആക്കാനുള്ള മോഡുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഡബിൾ ചാർജിങ് ആണ്. USB-C വെച്ച് ചാർജ് ചെയ്യാം. അതുപോലെ നമ്മുടെ നോർമൽ പിന്ന് വെച്ചിട്ടും അതുപോലെ വേറൊരു അഡാപ്റ്റർ വെച്ചിട്ടും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ നമ്മളെടുത്ത് ഓൾറെഡി ഒരു LC500 ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളതായിരിക്കും നിങ്ങളെ സംശയം. ചെയ്യേണ്ടി വരും. കാരണം പവർ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ സ്റ്റൈൽ നോക്കുകയാണെങ്കിലും യൂസ് നോക്കുകയാണെങ്കിലും ഒരുപാട് ഡിഫറൻ്റ് ആണ്. നോർമലി നമ്മളെ പഴയ LC500R നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബൈ കളർ വരുന്നത് ഫ്രണ്ടിലും അതുപോലെ RGB പാനലൊക്കെ ബാക്കിലും വരുന്നത്. പലപ്പോഴും നമുക്ക് വരുന്നത് പ്രശ്നം ഈ ബാൻഡോറൊക്കെ നമ്മൾ ഊരിയിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു പ്രശ്നം ശരിക്കും ഇതിൽ വരുന്നുണ്ട്. ഇതിലേക്ക് വരികയാണെങ്കിൽ ബാക്കിൽ കംപ്ലീറ്റ് ഫാനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ RGBയും അതുപോലെ തന്നെ ബൈലൈറ്റും എല്ലാ സാധനങ്ങളും വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഒക്കെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടോ, ബൈലൈറ്റൊക്കെ വരികയാണെങ്കിലും അതുപോലെ കളർക്ക് വരികയാണെങ്കിലും RGB വരികയാണെങ്കിലൊക്കെ നമുക്ക് ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാൻഡോറുകൾ ആ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഊരി മാറ്റി പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം ഇത് നോർമലി ഞാൻ ഊരി മാറ്റാറില്ല. എന്നിട്ട് തന്നെ ഇതിൻ്റെ ബാൻഡോറൊക്കെ കണ്ടോ ലൂസായി പോയിട്ടുണ്ട്. 4 വർഷമായി, പക്ഷേ എന്നാലും ലൂസായി പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലൂസായി പോകണ പ്രശ്നം വരില്ല. കാരണം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, 2 സ്ക്രൂകൾ വരുന്നുണ്ട്. നിങ്ങൾക്കിത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് ലൂസായി പോയി തോന്നിക്കഴിഞ്ഞാലും ആ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ടൈറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പഴയതിൽ നമുക്ക് സ്ക്രൂ ഒന്നുമില്ല. ഞാൻ അതിനുള്ളിൽ എന്തൊക്കെയോ പ്ലാസ്റ്റിക്കൊക്കെ ഉരുക്കൊക്കെ ഒഴിച്ചിരുന്നു കാരണം അതൊന്ന് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കാലത്തെ യൂസ് വരികയാണെങ്കിലും കുറച്ചുകൂടി അതായത് ഇതിൽ വന്ന പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടാണ് ശരിക്കും ഈ ഒരു LC1000R ഇറക്കിയിട്ടുള്ളതെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാനൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പാനലിൽ നമുക്ക് ഈ ഡിഫ്യൂസർ ഫ്രണ്ടിൽ കൊടുത്തുള്ള ഡിഫ്യൂസറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും സോഫ്റ്റ് ലൈറ്റ് അല്ല വരുന്നത്. നമുക്ക് ആ LED ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വിസിബിളായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു ഗ്ലാസ് പാനൽ വന്നിട്ടുണ്ടെങ്കിലും ഹാർഡ് ലൈറ്റിലുള്ള സാധ്യത നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് ലൈറ്റിലുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ LED ഒന്നും അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് LED ഒന്നും കാണാൻ പറ്റില്ല. നമുക്കതിന് പകരം കണ്ടോ കുറച്ചും കൂടി ഡിഫ്യൂസ് ആയിട്ട് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നോക്കി അറിയാൻ പറ്റും, 2 സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റ് നോക്കി അറിയാൻ പറ്റും. ഇത് കുറച്ചും കൂടെ ഡിഫ്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ലൈറ്റ് കിട്ടുന്നുള്ളത് ഇതിൻ്റെ വേറൊരു ഗുണമാണ്. പിന്നെ ഇതിൽ നമുക്ക് വരുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. 16 വോൾട്ടിൻ്റെ ചാർജർ 12 ആംപിയർ വെച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നോർമലി നമ്മളെ USB-C നമ്മളെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന USB-C വെച്ച് ചാർജ് ചെയ്യാം. അതുപോലെ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള അഡാപ്റ്ററാണ് ഇതിൽ വരുന്നത്. ഈ അഡാപ്റ്റർ വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾ പ്രത്യേകിച്ച് പവർ ബാങ്കുകളും എക്സ്ട്രാ പവർ ഇതുപോലത്തെ പവറുകളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പവർ ബാങ്ക് നമുക്ക് നേരെ USB വെച്ചിട്ട് നമുക്ക് പവർ ബാങ്ക് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിൻ്റെ വേറൊരു കാര്യമാണ്. ഇതിൽ നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ വരുന്നുണ്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ. മാത്രമല്ല ഇനി ഇതിൻ്റെ പവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LC500 ഞാൻ ഓൺ ചെയ്തു. LC500 ഓൺ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഒരു പവറിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ പവർ കൂട്ടി പവർ കൂട്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഫുൾ പവറിൽ വെച്ചിരിക്കുകയാണ്. സെക്കൻഡ് ഇതിനനുസരിച്ചിട്ട് ക്യാമറയുടെ F നമ്പർ ഒന്ന് കൂട്ടിക്കാം. ഇപ്പോൾ എത്ര 5 ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഈ ലൈറ്റ് ഒന്ന് കറക്റ്റ് ആക്കിക്കാം നോർമലി വരുന്ന പോലെ. ഇപ്പോൾ ക്യാമറ ഈ ലൈറ്റിനനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഫുൾ പവർ ഇട്ട് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫുൾ പവറിൽ പോയി കഴിഞ്ഞാൽ അതേ സെറ്റിംഗ് ആണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം.
CCT മോഡിലേക്ക് മാറ്റി ഇതിൻ്റെ ഫുൾ പവറിലേക്ക് നമ്മൾ പോവുകയാണ്. ഫുൾ പവറിലേക്ക് പോയി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതെത്ര കൂടുതലല്ലേ? രണ്ട് ഏകദേശം ഒരു അകലത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് കത്തിപ്പോയിട്ടില്ലേ? ഒരുപാട് കത്തിപ്പോയി. അപ്പോൾ ശരിക്കും ഇത് രണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെയിൻ ലൈറ്റും അതുപോലെ ഫിൽ ലൈറ്റും കൊടുക്കാവുന്ന രീതിയിൽ പകുതി വ്യത്യാസത്തിലാണ്. പകുതിയിലധികം പവറാണ്, നല്ല പവറാണ് ഇതിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രയും പവർഫുൾ ആയിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മീറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം എന്തുമാത്രം പവറാണ് വരുന്നത്. ആദ്യം ഞാനിവിടെ LC500 വെച്ചു. LC500 കത്തിച്ചു, ഫുൾ ദൂരം വെച്ചു. ഇനി ഇതിൻ്റെ ഒരു പവർ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അതും കൂടെ നമുക്ക് വേണമെങ്കിൽ അത് ഓൺ ചെയ്തിരിക്കണം. പവർ മോഡിലാണ് ഓൾറെഡി ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ലൈറ്റ് മീറ്റർ ഉപയോഗിച്ചിട്ട് എത്ര ലക്സ് ലൈറ്റാണ് നമുക്ക് പവറിൽ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ലൈറ്റ് മീറ്റർ ഓൺ ചെയ്തു. ഏകദേശം ഞാൻ 1 മീറ്റർ ദൂരത്തു നിന്നും ഞാൻ ക്ലിക്ക് ചെയ്തു. 1800 ലക്സാണ് ഇതിൻ്റെ പവർ കാണിക്കുന്നത്. 1800 ലക്സാണ് നമ്മുടെ LC500R കാണിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് പോയി നോക്കാം. ഇതിലേക്ക് പോവുകയാണെങ്കിൽ മോഡ് മാറ്റി CCT ഓൺ ചെയ്തു. CCTയുടെ പവർ ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. ഫുള്ളാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കണ്ടാ ഫുള്ളാക്കി വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലിക്ക് ചെയ്തു 3200 ലക്സ് ഇത് പവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇരട്ടി പവറാണ് നമുക്കിത് തരുന്നത്. ഇരട്ടി പവർ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഇരട്ടി പവർ തരുന്നത് ഭയങ്കര ലൈറ്റാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ വർക്കിനും കാര്യത്തിനൊക്കെ നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് ഇത്ര ഫുൾ പവറിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സമയം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടെ നമുക്കിതിൻ്റെ വേറൊരു ഗുണമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതിൻ്റെ പവർ ഓൺ ആക്കിയിട്ട് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് CCT നിങ്ങൾക്ക് അറിയാൻ പറ്റും. CCT മോഡുകൾ ഞാൻ പവറൊന്ന് കുറക്കാം. പവർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ CCT മോഡുകൾക്കൊക്കെ നമുക്ക് മാറ്റിയിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഏകദേശം 4% പവറിലിട്ട് വെച്ചിരിക്കുക നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ CCTയും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ബട്ടൺ നെക്കിയിട്ട് നമുക്ക് CCT നമുക്ക് കൂളിലേക്കും വാമിലേക്കും ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നല്ല രസകരമായിട്ടുള്ള വാം ലൈറ്റൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത്. അതുപോലെ കൂളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ മോഡ് മാറ്റിയിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇഷ്ടംപോലെ കളറുകൾ നമുക്കിതിൽ ചേഞ്ച് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും പല രീതിയിലും. കാരണം കുറച്ചും കൂടി നല്ല രീതിയിലാണ് ഇതിൽ കളർ മിക്സ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ മേ ബി ഇതിൻ്റെ പാനലിലൊക്കെ ആയിരിക്കാം നല്ല രസകരമായിട്ട് രീതിയിലാണ് കളർ മിക്സ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ വേറൊരു ഗുണമാണ്. പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഫാനിൻ്റെ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ സൈലൻ്റ് ആയിട്ടുള്ള സമയത്താണെങ്കിൽ ഫാനിൻ്റെ സൗണ്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഇനി അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫാനിൻ്റെ സൗണ്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഓഫ് ചെയ്യാം. ഫാൻ ഓഫ് ചെയ്താൽ 50% പവർ വരെ വരുള്ളൂ. ഫുൾ പവർക്ക് പോലെങ്കിലും നമുക്ക് ഫാൻ ഓഫ് 50% താഴെയാണെങ്കിൽ ഫാൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യാതെ സൈലൻ്റ് ആയിട്ടാണ് നമുക്ക് ഇത് വെച്ചിട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതിൻ്റെ വേറൊരു ഗുണമാണ്. പിന്നെ എഫക്ട്സിലേക്ക് പോകുകയാണെങ്കിൽ പല ടൈപ്പിലുള്ള എഫക്ട്സുകളുണ്ട്. ഒരുപാട് ടൈപ്പിലുള്ള എഫക്റ്റുകൾ നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആപ്പിൽ പോയിട്ട് ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. എന്തൊക്കെ എഫക്റ്റുകളാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുക വെച്ചാൽ ഭയങ്കര നമ്മളൊരു ഡോക്യുമെൻ്ററി ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എഫക്റ്റുകളൊക്കെ ആവശ്യമുണ്ടാവും. അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അത് നല്ല കളർഫുള്ളായിട്ട് നല്ല രസകരമായ രീതിയിൽ എഫക്റ്റുകൾ മാറ്റിക്കൊണ്ടുവരാൻ കണ്ടിരിക്കാൻ തന്നെ ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് മേ ബി ഈ വൈറ്റ് പാനലൊക്കെ വന്നുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ നമുക്കിത് എഫക്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മോഡിലേക്ക് പോയിട്ടാണ് CCT, HSI, FX ഇതൊക്കെ നമുക്ക് മാറ്റാം. അതുപോലെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ നോർമലി CCT ഉപയോഗിക്കുന്ന സമയത്ത് അതായത് ബൈലൈറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിതിൽ ഗ്രീൻ മജന്ത നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. സ്ക്രീൻ ടോണൊക്കെ കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ വൈറ്റ് ബാലൻസ് പോയിട്ട് ഗ്രീൻ മജന്ത മാറ്റൂലേ, അതുപോലെ ഇതിൻ്റെ തന്നെ ഗ്രീൻ മജന്ത നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ ബട്ടൺ നെക്കി മാറ്റി കഴിഞ്ഞാൽ ഗ്രീൻ മജന്ത നമുക്ക് ഇവിടെ കൂട്ടിയിട്ടും കുറച്ചിട്ടും നമ്മുടെ ലൈറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഗ്രീൻ മജന്ത കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത് ശരിക്കും ഒരു പ്രൊഫഷണൽ ഗ്രേഡ് ഷൂട്ടിങ്ങിൽ പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ LCD നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് ആപ്പുമായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് കാര്യം 3-4 സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമുക്ക് ഒരു കൂടുതൽ സിസ്റ്റമായിട്ടൊക്കെ സിനിമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് എടുക്കുകയാണ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഗോഡോക്സിൻ്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഗോഡോക്സ് ലൈറ്റ് എന്നുള്ള ആപ്പിൽ പോയാൽ മതി. ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ട ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇതിൻ്റെ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പവർക്ക് ഞാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻറ്റൻസിറ്റി കുറച്ചു, കാരണം കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കളർ കാണാലോ സെക്കരിയ കാണാൻ പറ്റുമോ? ഇൻറ്റൻസിറ്റി കുറച്ചു. അതിൽ നമുക്ക് മെജന്ത, ഗ്രീനും മജന്തയൊക്കെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ആക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള വൈറ്റ് ബാലൻസിലേക്ക് നമുക്ക് പോകാനും കൂടെ ഇത് സഹായിക്കാൻ പറ്റും.
ഇപ്പോൾ നമുക്ക് വാമാണ് വേണ്ടെങ്കിൽ കണ്ടോ, വാമിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. അതുപോലെ നമുക്ക് മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് 8500 കെൽവിൻ വരെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ 2500 കെൽവിനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. നോർമലി ഡയലൈറ്റ് വേണമെങ്കിൽ 5600 സെറ്റ് ചെയ്യാം. അത് CCT മോഡ്, അതായത് ബൈലൈറ്റ് മോഡ്. പിന്നെ നമ്മൾ HSIക്ക് പോവുകയാണെങ്കിൽ കണ്ടോ, ഇതിൽ നമ്മൾ വെറുതെ നമ്മളെ എന്ത് ലൈറ്റാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ വെറുതെ ഇതിൻ്റെ മുകളിൽ പാനലിൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ലൈറ്റുകൾ പവറായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ള വേറെ ഗുണമാണ്. അതിൽ പെട്ടെന്ന് ഏതെങ്കിലും ഫിൽറ്റർ എഫക്റ്റൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ആ ഫിൽറ്ററിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് പല ടൈപ്പിലുള്ള ഫിൽറ്റർ എഫക്റ്റുകൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ആപ്പുള്ളൊരു ഗുണം. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിട്ട് തിരിക്കാൻ നിൽക്കേണ്ട. ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഇതുമായി ഗോഡോക്സുമായിട്ട് ഈ ഒരു എക്കോസിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ ആപ്പുമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ RGB നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന കളർ പിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള കളർ, ഇപ്പോൾ ഇതിൽ നമ്മൾ കളർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെങ്കിലും ഇപ്പോൾ ഈ ഒരു തുണിയുടെ കളർ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു തുണിയുടെ നേരെ നമ്മൾ ജസ്റ്റ് പിടിച്ചിട്ട് ക്യാപ്ചർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു കളർ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ വേണ്ട ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഗോഡോസിൻ്റെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു യെല്ലോ വന്നിട്ടുണ്ട്. ഈ യെല്ലോ ആണെങ്കിൽ ക്യാപ്ചർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ യെല്ലോ ഔട്ട്പുട്ട് എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത് നമ്മളതിങ്ങനെ തിരഞ്ഞു മടുക്കേണ്ട. നമുക്ക് ആവശ്യമുള്ള സാധനത്തിൻ്റെ ഔട്ട്പുട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളത് വേറൊരു ഗുണമാണ്. പിന്നെ എഫക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ 3, 4, 15 എഫക്ട്സുകളുണ്ട്. 15 എഫക്ട്സുകൾ, പാർട്ടി, അതുപോലെ പല രീതിയിലും അതിൻ്റെ സ്പീഡ് കുറക്കാനും കൂട്ടാനും ഒക്കെ പറ്റും. നമുക്ക് പല രീതിയിലും സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ സ്പീഡ് കുറച്ചിട്ട് ഉപയോഗിക്കാം. സ്ലോ ആക്കാൻ പറ്റും, അത് സ്പീഡ് കൂട്ടാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് എഫക്ട്സിലേക്ക് പോവുകയാണെങ്കിലും അതിൻ്റെ സ്പീഡും കളറൊക്കെ നമുക്ക് ഒരുപാട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബ്രോക്കൺ ബൾബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ സ്പീഡ് ഇപ്പോൾ നോർമൽ സ്പീഡിലാണ് കിടക്കുന്നത്, കുറക്കാൻ പറ്റും. അത് വേണമെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ബ്രോക്കൺ ബൾബിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. അതുപോലെയുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇഷ്ടംപോലെ ഫയർ വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ വരുന്നുണ്ട്. ഫയർ വർക്ക്സ് ആണെങ്കിൽ ഇതാ ഫയർ വർക്ക്സിൻ്റെ രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ നമുക്ക് വേണ്ട രീതിയിലുള്ള എഫക്ട്സുകൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വളരെ രസകരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പോലീസ് കാർ വേണം, പോലീസ് കാർ തന്നെ ഇതിപ്പോൾ ഒരു ടൈപ്പ് പോലീസ് കാർ. ഇനി ഓരോ രാജ്യത്തെയും പോലീസ് കാർ ഡിഫറൻ്റ് ആയിരിക്കും. അതിനനുസരിച്ചിട്ടൊക്കെ ഇവിടെ കളർ വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് രാജ്യത്ത് നിങ്ങളുടെ രാജ്യത്തെ പോലീസിൻ്റെ കളർ ഏതാ വെച്ചാൽ ആ കളറൊക്കെ വേഗം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലടത്ത് ബ്ലൂ ആണോ, ബ്ലൂ മാത്രമാണെങ്കിൽ ബ്ലൂ കൊടുക്കാം, ബ്ലൂ ആൻഡ് വൈറ്റ് കൊടുക്കാം. നമ്മളിവിടെ ഏതാ കളർ, ബ്ലൂവും വൈറ്റ് ആണോ, ബ്ലൂവും ചുവപ്പും, വേറെ 3 കളർ ഇങ്ങനെ വേണം. ഇതായിരിക്കും ചിലപ്പോൾ നമ്മളിവിടുത്തെ കളർ. അങ്ങനെ ഏത് കളറുകളും വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റിയ രീതിയിലൊക്കെ നമുക്ക് ഇത് വരുന്നുണ്ട്. അപ്പോൾ ആപ്പുമായിട്ടും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം തന്നെ, അതൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു LC500R ഇനിയിപ്പോൾ ഒരു പുതിയ നിങ്ങളൊരു സ്റ്റിക്ക് ലൈറ്റ് ഇതുപോലത്തെ നോക്കുന്നുണ്ടെങ്കിലും ഒരു ഇത്തിരി പൈസ കൂട്ടി കൊടുത്താൽ ഞാൻ ആമസോൺ ലിങ്ക് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ കണക്ഷനൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് നോക്കിയിട്ട് അറിയാൻ പറ്റും, യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ LC500R ശരിക്കും നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് ചെയ്യണ മാതിരി മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് തോന്നുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഇത് നമുക്കൊരു വെർത്തി സാധനമല്ല, കാരണം ഇപ്പോഴും വെർത്തിയല്ല. പക്ഷേ ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റൈലും പവറിനേക്കായിരിക്കും കൂടുതൽ സ്റ്റൈലായിട്ട്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനും ഈ വെഡിങ്ങിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ലൈറ്റ് ആയിട്ട് പോകണത്, ഇതുപോലത്തെ നല്ല സ്റ്റൈൽ സാധനങ്ങൾ. ഇപ്പോഴത്തൊക്കെ നമ്മൾ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള നമ്മളെ കസ്റ്റമറെ തൃപ്തിപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഇതിലേക്കൊക്കെ മാറുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല എന്താ പറയുക എലിഗൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് പോരാൻ പറ്റും. പിന്നെ ഹീറ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തൊരുമിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി കണ്ടിന്യൂസ് ലൈറ്റാണ്. നിങ്ങൾക്കൊരു 4-5 വർഷത്തേക്ക് നിങ്ങൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലൈറ്റ് നോക്കുന്നുണ്ടെങ്കിൽ കൊണ്ടെടുക്കാൻ പറ്റും. ഫുഡ് എടുക്കാം, പ്രൊഡക്റ്റ് എടുക്കാം, ഈവൻറ്റും പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ലൈറ്റ് തന്നെയാണ് LC1000R എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പഠിക്കണമെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും ഐഷോട്ട് ഫോട്ടോഗ്രാഫിയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ 22-ന് തായ്ലാൻഡിലേക്ക് ഫോട്ടോഗ്രാഫി ട്രിപ്പും പോകുന്നത് 5 ദിവസത്തെ. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റുകളൊക്കെ എന്തായാലും ബുക്ക് ചെയ്യാം. അപ്പോൾ താങ്ക്സ് അഗെയിൻ, ലവ് യു ഓൾ.